ഇന്നലെയാണ് മലയാളികൾ ഏറെ കാത്തിരുന്ന കത്തനാർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. 6 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ട്രെയിലറാണ് പുറത്തു വന്നത്. വലിയ അഭിനന്ദനമാണ് ഇതിന് പിന്നാലെ ടീമിന് ലഭിക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ജയസൂര്യയുടെ ആകാംക്ഷയുടെ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് കത്തനാർ. ഒക്ടോബറിൽ കത്തനാറിന്റെ ചിത്രീകരണം പൂർത്തിയായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. സിനിമയുടെ അപ്ഡേറ്റുകൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. കണ്ടുശീലിച്ച പീരിയഡ് ഫാന്റസി ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച ദൃശ്യഭാഷയിൽ 9-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥ പറയുകയാണ് കത്തനാർ. ഹോളിവുഡ് ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യ നിലവാരവും ഗംഭീരമായ VFX-നുമൊപ്പം രാഹുൽ സുബ്രഹ്മണ്യൻ ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ടീസർ ട്രെയിലറിന് അസാമാന്യമായ അനുഭവമാക്കി മാറ്റുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ട് ബാഹുബലി താരം പ്രഭാസ് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദനവുമായി രംഗത്തെത്തിയിരുന്നു. നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ലോകത്തോട് വല്ലാതെ ഇഷ്ടം തോന്നുന്നു എന്നാണ് പ്രഭാസ് പറയുന്നത്. നിരവധി അഭിനന്ദനങ്ങളാണ് ചിത്രത്തിന്റെ ട്രെയിലറിന് ലഭിക്കുന്നത്. കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂം, മേക്കപ്പ്, കലാസംവിധാനം, ശബ്ദം എന്നിവയും കണ്ടുശീലിച്ച പീരീഡ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അനുഷ്ക ഷെട്ടിക്കൊപ്പം പ്രഭുദേവ, സാൻഡി മാസ്റ്റർ, വിനീത്, ശ്രീകാന്ത് മുരളി, ദേവിക സഞ്ജയ് എന്നിവരെല്ലാം ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ കളിയങ്കാട്ട് നീലിയായിട്ടാണ് അനുഷ്ക എത്തുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാന്ത്രിക ശക്തിയുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതനായി കടമറ്റത്ത് കത്തനാറിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഥ. മിത്തിന്റെയും ഹൊററിന്റെയും മികച്ച സംയോജനത്തെ അടയാളപ്പെടുത്തുന്നതാണ് ചിത്രം. റോജിൻ തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം രചിച്ചിരിക്കുന്നത് R. രാമാനന്ദാണ്. 1.5 വർഷം നീണ്ട കത്തനാറിന്റെ ചിത്രീകരണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പൂർത്തിയായത്. ദേശീയ പുരസ്കാരം നേടിയ ഹോം എന്ന ചിത്രത്തിനു ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കത്തനാർ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.